ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ലേ ചെറിയൊരു ബർത്ത്ഡേ സർപ്രൈസ് മിനി വ്ളോഗുമായിട്ടോ. അപ്പോൾ അതാ നമ്മളെ റൂമിലുള്ള മുസ്തഫാൻ്റെ ബർത്ത്ഡേ ആട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ചെറുതായിട്ടൊന്ന് ഓനെ സർപ്രൈസ് ചെയ്യിക്കാമെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കലാപരിപാടിയിലാട്ടോ ഞങ്ങളിത് അവിടെ കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതേപോലെ അതായി പൊട്ടിക്കണ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ മുസ്തു എന്നൊക്കെ എഴുതിയിട്ട് കേക്കൊക്കെ സെറ്റാക്കി റെഡി ആയിട്ട് ഓനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇതാ എസുട്ടനൊക്കെ ഉറങ്ങി എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിതാ ഓരോ ലിഫ്റ്റിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ ഞങ്ങളിതാ അവനാന്ന് വെച്ച് പോയി നോക്കലാണ്. അങ്ങനെ കാത്ത് ലാസ്റ്റ് ഇത് 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് അവൻ വന്നിട്ടോ. ഇക്ക പോയി കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വരുള്ളൂ. അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിൽ വാതിൽ തുറന്ന ആ സമയത്ത് തന്നെ ഷാല സാധനം പൊട്ടിച്ചിട്ടോ. ഇപ്പോഴെങ്കിലും അത് വർക്ക് ചെയ്യല്ല. അധികം വീഡിയോസ് നമ്മളത് വർക്ക് ചെയ്യാതാണ് കാണല്. പക്ഷേ ഇവിടെ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. മുസ്തഫ അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ സർപ്രൈസ് ആയിട്ടുണ്ട് കേട്ടോ. ഒന്നും നോക്കിയില്ല, നമ്മൾ വേഗം തന്നെ കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നിട്ടോ. അങ്ങനെ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പാട്ടൊക്കെ പാടി ഫസ്റ്റ് അവൻ തന്നെ കഴിച്ചു. പിന്നെ ഓരോരുത്തർക്ക് കഴിച്ചു കേട്ടോ. ഇവർ രണ്ടുപേരുടെയും കസിനാണ് കേട്ടോ മുസ്തഫ. അതായത് നമ്മൾ ഒരു ചെറിയൊരു ക്രീം തൊട്ട് നോക്കിയിട്ട് എസുട്ടൻ്റെ വായിലും വെച്ച് കൊടുത്തു നോക്കി. അവൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് അവനക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട്. നല്ല ചിരിയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഓരോരുത്തർക്ക് നമ്മൾ കൊടുത്തിട്ടോ. പിന്നെ മുസ്തഫ വരുന്ന സമയത്ത് എല്ലാവർക്കും മുട്ടായിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ച് പിന്നെ ഫിദൻ്റെ വക ചെറിയൊരു സർപ്രൈസിങ് ഗിഫ്റ്റൊക്കെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫിദ ഗിഫ്റ്റൊക്കെ മുസ്തഫക്ക് കൊടുത്ത്. അവനൊട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല എന്ന് കണ്ടാൽ മനസ്സിലാവല്ലോ. അങ്ങനത്തെ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ മുസ്തഫാൻ്റെ ഒക്കെ കൂടി ട്രീറ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിതാ KFC ഒക്കെ ഓർഡർ ചെയ്തു. എല്ലാവരും കൂടി കഴിച്ചിട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് സേബുട്ടിൻ്റെ പല്ല് ഇളകുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ആ പല്ലിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങോട്ടേക്ക് തീരുമാനമാക്കി കൊടുത്ത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി വരും. അതൊരു ബൈ.